അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. നിസ്സാര വചനമല്ലത്. ഒരു പാപിക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം അരിഷ്ടതകളും കട്ടതകളും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം സ്വീകരിക്കാൻ ഈശോ ബാധ്യസ്ഥനാണ്. കാര്യം എന്താ? പാപികളെ രക്ഷിക്കാൻ വേണ്ടി അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പാപത്തിൻ്റെ വേദന മരണമാണ്. എന്തുകൊണ്ട് ഈശോ മരണം കൈവരിച്ചു? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടതുകൊണ്ട്. യെശയ്യാ 53:12 എന്തെന്നാൽ അവൻ തന്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം നിസ്സാര കാര്യമല്ലത്. പാപികളുടെ കൂടെ എണ്ണപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാപിക്ക് ഈ ജീവിതത്തിലെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ദുഃഖാരിഷ്ടതകളും നമുക്കറിയാമല്ലോ. എല്ലാ പാപങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇന്ന് സുഖിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും നാളെ ദുഃഖിപ്പിക്കും. പ്രത്യേകിച്ച് മെച്ചമൊന്നും അതിലിന്നില്ല. എന്ത് മെച്ചമുണ്ടത്? ബുദ്ധിയും ബോധമുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തിൽ നിന്ന് എന്ത് മെച്ചമുണ്ടായി? എന്ത് മെച്ചമുണ്ടായി? ഒരു മെച്ചം ഉണ്ടായില്ല. 85 കോടിക്ക് ക്രിസ്മസിന് കുടിച്ചു എന്ന് പറഞ്ഞു. കുടിക്കട്ടെ. അതായത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ജന്യമായ കുറേ രോഗങ്ങൾ കുടിക്കണ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ ഒരു കിക്ക് പോയെന്ന് വരും, 1 മണിക്കൂർ കൊണ്ട്. പക്ഷേ രോഗങ്ങൾ വന്നാൽ ഒരു കൊല്ലം കൊണ്ടും മാറത്തില്ല. അപ്പോൾ പിന്നെ എന്താ ലാഭം? ഇതിൻ്റെ അകത്ത് ഒന്നും ലാഭമില്ല. ഇതിലൊന്നും ലാഭമില്ല. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് വചനം പറയണത്. അല്ലാതെ നമ്മളെന്തിനൊന്നും വിലക്കുകയില്ലേ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് വേണ്ട പരിപാടിക്ക് പോകരുത് എന്ന് നമുക്കൊരു താക്കീത് നൽകണത് ദൈവസ്നേഹം തന്നെയാണ്. അച്ഛൻ പറഞ്ഞു വരണത്, ദൈവവചനം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ വിരുദ്ധമായിട്ട് ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ദൈവത്തോട് തർക്കിക്കും. പക്ഷേ ഈശോ പാപികളോട് എണ്ണപ്പെട്ടപ്പോഴേ ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. എന്താണ്? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഐസയ 53:7 വായിക്കുന്നില്ലേ? അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾക്ക് മറുപടി ഉരിയാടാതിരിക്കുന്നതാണ്. അല്ല, നമ്മൾ അവിടെ വെച്ച് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ തീർന്ന്. നീ ഇങ്ങനെ ഏണിയും പാമ്പും കളിച്ച് 98 കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏണിയും പാമ്പും കളിച്ച് അവിടെ വെച്ചാണ് ദൈവത്തോട് ഒരു തർക്കം നടത്തിയത്. തീർന്നതിൻ്റെ പരിപാടി. നേരെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട്, തർക്കത്തിൻ്റെ പാമ്പ് നിന്നെ വിഴുങ്ങിക്കൊണ്ട് വന്ന് 2 വെക്കും. തീർന്ന്. ആ കളി നിൻ്റെ എതിരാളി ജയിച്ചു. എതിരാളി എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. എതിരാളിയെ യാക്കോബിന് ഇരുട്ടത്ത് പ്രത്യക്ഷപ്പെട്ട എതിരാളിയെ യാക്കോബ് കണ്ടിട്ടില്ല. അട്ടിക്കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ കയറി വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, ഐ നോ ഹൂ യു ആർ, എന്നെ ബ്ലസ് ചെയ്യാതെ പോകരുതെന്ന് പറയും. അവസാനമേ ദൈവമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തർക്കവും ബഹളവും മൽപ്പിടുത്തമൊക്കെ നടക്കുന്ന സമയത്ത് അതാരാണെന്ന് അറിയത്തില്ല. നമുക്ക് അവസാനമാണ് അറിയത്തുള്ളൂ. ഇതാദ്യമേ അറിയണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറയുന്നത്. മറിയം ആദ്യമേ അറിഞ്ഞ ആളാണ്. തന്നോട് മൽപ്പിടുത്തം നടത്തുന്ന ആൾ ആരാണെന്ന് അമ്മ ആദ്യമേ അറിഞ്ഞിട്ട് അമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ്? തർക്കിക്കാൻ പോയില്ല, ബഹളം ഉണ്ടാക്കാൻ പോയില്ല. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞത്, ദാവീദിന് സിംഹാസനം അവൻ നൽകപ്പെടുമെന്ന് പറഞ്ഞതും, പക്ഷെ അനുഭവത്തിൽ വന്നിരിക്കുന്നത് എന്നിവിടെയാണ്, കാലിത്തൊഴുത്തിലാണ്. പെറ്റതറിയാൻ വന്നത് ആരാണ്? ഇടയന്മാരാണ്. ഇപ്പം വചനം 1 അല്ലെങ്കിൽ വചനത്തിലൂടെ നൽകുന്ന ഹോപ്പ്, അതായത് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യാശ 1. പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കണില്ല. ജീവിതത്തിൽ ഘടകവിരുദ്ധമായിട്ട് പ്രകൃതം പിടിച്ച് മനുഷ്യർ ഇട്ടത്ത് വന്ന് മനുഷ്യനെ പേടിപ്പിക്കുമെന്ന്. ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ഓർക്കിയിരുന്നേ, മിക്കവാറും
ഔസപിതാവ് ഉണ്ണി എല്ലാ അമ്മയുണ്ട്. ഈ ഇരുട്ടത്ത് കൂടി ഈ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇവർ സത്യമായിട്ട് പേടിച്ച് കാണാം. നമുക്ക് പേടിപ്പിക്കലാണ് വരണത് നമ്മുടെ ജീവിത അനുഭവത്തിൽ. അവൻ മഹാനായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അനുഭവത്തിൽ നമുക്ക് പ്രാകൃത മനുഷ്യരുടെ പേടിപ്പിക്കലാണ് കാണുന്നത്. പക്ഷേ ആട്ടിടയന്മാർ പോയി കഴിഞ്ഞപ്പോഴേ അമ്മ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോയില്ല. അവൻ തർക്കിച്ചില്ല. അമ്മ ആ വിഷയത്തിൽ ബഹളം ഉണ്ടാക്കാൻ പോയില്ല. അപ്പ എന്നോട് ഇങ്ങനെയല്ലല്ല പറഞ്ഞത്, എന്നോട് പറഞ്ഞത് ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞ് രാജശിശുവാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഈ പ്രാകൃത മനുഷ്യരെ രാത്രി വന്ന് എന്നെ പേടിപ്പിക്കണമല്ല ചെയ്തതെന്ന് ചോദിക്കും. അമ്മ തർക്കിക്കാൻ പോയില്ല. അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ ആദ്യം എണ്ണപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. എങ്ങനെയാണ്? തർക്കിക്കാതെ, ബഹളമുണ്ടാക്കാതെ, ജീവിതവിരുദ്ധമായ പ്രത്യാശയ്ക്കും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2:19 പറഞ്ഞു, അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ പോലെ പാപികളോട് എണ്ണപ്പെട്ട ഈശോയെ പോലെ തർക്കിക്കാതെ ബഹളം വെക്കാതിരുന്ന ഈശോയെ പോലെ ഹൃദയത്തിലെ സംഗ്രഹിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അമ്മ ദൈവത്തെ ഒരിക്കലും അളക്കത്തില്ല. എന്താ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും സുവിശേഷത്തിൽ പരിഹാരം കാണാൻ നമുക്ക്. ഇപ്പം അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്ന ഇല്ലായ്മയ്ക്ക് ഉടനെ പരിഹാരം ഉണ്ടായി അല്ലേ? അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ വിഷയത്തിന് ഉടനെ പരിഹാരം ഉണ്ടായി. അമ്മ അവിടെ ഉണ്ടായത് കാരണം ഇപ്പോൾ യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, യോഹന്നാൻ 2:3 അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. അപ്പോൾ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടായി. ഇപ്പം അപ്പോസ്തലന്മാർ തന്നെ ഈശോയുടെ തിരുസന്നിധിയിൽ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, രാത്രി മുഴുവനും ഞങ്ങൾ പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ആ ഇല്ലായ്മയ്ക്കും പരിഹാരം ഉണ്ടായി. വിശുദ്ധ ലൂക്കാ സുവിശേഷം 5:5. അപ്പം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2:3 വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് ഉടനടി പരിഹാരം ഉണ്ടായി അല്ലേ? അതുപോലെ തന്നെ രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന് പറയുന്ന ലൂക്കാ 5:5 കടലിൽ മീനില്ല എന്ന് പറയുമ്പോഴും അതിനും ഉടനെ പരിഹാരം ഉണ്ടായി. വള്ളത്തിൻ്റെ വലതുവശത്ത് നോക്കി വലയിറക്കാൻ പറഞ്ഞു, അതിന് പരിഹാരം ഉണ്ടായി. പക്ഷേ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ല. അത് ഏത് വിഷയമാണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല, അതിന് പരിഹാരമില്ല. ഇപ്പോൾ നമ്മൾ ലൂക്കാ 2:7 എന്താ എഴുതിയിരിക്കണത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. അവർക്ക് മത്സ്യമില്ല എന്ന് പറയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടായി. പക്ഷേ സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന് പറയില്ലായ്മയ്ക്ക് പരിഹാരമില്ല. അതനുഭവിച്ചേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. സത്രത്തിൽ സ്ഥലം ലഭിച്ച അപ്പോഴേ ദൈവവേദനെ നിൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാവും. ചില കാര്യങ്ങൾക്ക് കാലാന്തരത്തിൽ നീ അത് തിരിച്ചറിയും, അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത്. അത് ദൈവഹിതത്തിൻ്റെ, ദൈവപരിപാലനയുടെ, നിൻ്റെ കൃപ ആർജനത്തിൻ്റെ ഭാഗമായി ദൈവത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ചില വിഷയങ്ങൾ ജീവിതത്തിലുണ്ടാവും. ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തത് വിഷയങ്ങളുണ്ടാവും. ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത വിഷയങ്ങളുണ്ടാവും. ഞാൻ പണ്ട് നിങ്ങളോട് പറയുമായിരുന്നു, ഒരു മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമെന്താണ്? അവൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങളിൽ കൈവരിക്കുന്ന നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പം എല്ലാ വിഷയവും പ്രാർത്ഥിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ.
വീഞ്ഞില്ലെങ്കിൽ വീഞ്ഞ് വെള്ളത്തെ വരെ ദൈവം വീഞ്ഞാക്കിയെടുക്കും. മത്സ്യങ്ങളില്ലെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് ദൈവം മത്സ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും. രണ്ടും വെള്ളമാണ്. പക്ഷേ സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ല, അതിന് പരിഹാരമില്ല. പരിഹാരം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവികമായ മനസ്സോടുകൂടി വിഷയങ്ങളെ കാണണം. ഇപ്പം യേശു രാജാവായിരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഇടയന്മാരാണ് കാണാൻ വന്നത്. അപ്പം വചനവും ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഈ പൊരുത്തപ്പെടൽ ഇല്ലായ്മയാണ് മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചിട്ട് അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് മറിയം അപ്പോഴും വിശ്വസിക്കും. ഇടയന്മാരാണ് വന്നതെങ്കിലും ദൈവത്തിൻ്റെ വചനം എപ്പോഴെങ്കിലും നിറവേറുമെന്ന് മറിയം വിശ്വസിക്കും. ഇപ്പം നമ്മൾക്ക് വരുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയ്ക്ക് അനുഭവത്തിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചത് ഇങ്ങനെയാണല്ലോ, ഇനിയിപ്പം ഞാൻ എന്തിനാ ചെയ്യാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പതുക്കെ നമ്മൾ സ്കൂട്ടാവും. അതാണ് വിഷയം. അപ്പം ഇപ്പം മറിയം അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ഇടയന്മാരാണ് വന്നത്, ദാറ്റ്സ് ഓക്കെ. ഇപ്പം ഇടയന്മാർ വന്നു, പക്ഷെ അപ്പോഴും മറിയം എന്ത് ചെയ്യും? എലിസബത്ത് പറഞ്ഞ പോലെയാണ്, കർത്താവ് നിന്നോട് അരുളിച്ചെയ്ത കാര്യങ്ങൾ എന്താണ്? ദാവീദിൻ്റെ സിംഹാസനം തരുമെന്നല്ലേ? അത് സംഭവിക്കും. അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അവൻ രാജശിശു തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് 10-13 ദിവസം കഴിയുമ്പോൾ മാഗിസ് വരണത്, അല്ലേ? പൂജരാജക്കന്മാർ വരണത്. അപ്പോൾ അവർ തൊഴുത്തൊന്നുമില്ല, ശത്രുവും ഇല്ല. ആ സിറ്റുവേഷനിൽ നിന്ന് മാറി. ഏതായാലും ഭയങ്കര ഗതികെട്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ വന്നിട്ട് ഇതുപോലെ പൊന്നും മേറയും കുന്തിരിക്കോ ഉണ്ണിക്ക് കാഴ്ച വെക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിറവേറും. എലിസബത്ത് പറഞ്ഞില്ലേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. ഈ നിറവേറുമെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം, നമുക്ക് ആദ്യമേ നമ്മളതങ്ങോട്ട് നിറവേറുമെന്ന് വിശ്വസിക്കും. അതാണ് പ്രശ്നം. നിറവേറുന്ന സമയം ദൈവം പറഞ്ഞിട്ടില്ല. സമയം ദൈവത്തിൻ്റെതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, കാലവും സമയവും ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് നീ വിചാരിക്കേണ്ട ഒരു സമയത്ത് അത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് നടക്കത്തില്ല എന്നോ ദൈവം നിൻ്റെ വചനം ശരിയല്ല എന്നോ അല്ല നീ ധരിക്കേണ്ടത്. അമ്മയെപ്പോലെയാണ് ധരിക്കേണ്ടത്. എന്താണ്? കർത്താവാണ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിലേ, കർത്താവ് നിന്നെ അരുളി ചെയ്ത വചനങ്ങൾ എപ്പോഴായാലും അത് നിറവേറും. അമ്മ അതിനു വേണ്ടി കാത്തുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ആദ്യ അനുഭവം ഘടകവിരുദ്ധമായാലും അമ്മയെപ്പോലെ കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസം കളയാതെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിന് സ്വയം സമർപ്പിതയാകാനുള്ള അനുഗ്രഹത്താൽ അഭിഷേകം ചെയ്യണമേ. കർത്താവിൻ്റെ വചനങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറവേറിയ മനുഷ്യ അവതാരത്തിൻ്റെ ആണിക്കല്ലായ വചനങ്ങളും അതിൻ്റെ ജീവിതാനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളും അതിന് നമ്മൾ കൈവരിക്കേണ്ട സമീപനങ്ങളും അപ്പോസ്തല പാരമ്പര്യം അനുസരിച്ചാണ് ഞങ്ങളോട് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധത്തിൽ വേണം വചനത്തെ സമീപിക്കാൻ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയ്ക്ക് ചോദ്യങ്ങളില്ലായിരുന്നല്ല, തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടായി. പക്ഷെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യനാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ചോദ്യമുണ്ടായത്. നമുക്ക് ചോദ്യമുണ്ടാകാം, പക്ഷേ ദൈവത്തെ നിരാകരിച്ചുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്.
ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പാപിയാണെന്നുള്ളൊരു കൺക്ലൂഷൻ എത്തിക്കൊണ്ട് നെഗറ്റീവായിട്ടാണ് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അമ്മ പോസിറ്റീവായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മേരി ആൻഡ് ദ പീപ്പിൾ. എല്ലാവരും നെഗറ്റീവായിട്ട് ദൈവത്തോട് ചോദിക്കും, എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. അമ്മ പോസിറ്റീവായിട്ട് ചോദിക്കും, ദൈവത്തിലെ നമ്മൾ ദൈവത്തോട് ഒരു കാര്യങ്ങളെ, ഒരു വിഷയത്തിൽ നമ്മളോട് പറഞ്ഞതും വചനത്തിനനുസരിച്ചും ഘടകവിരുദ്ധമായിട്ടാണ് അനുഭവമെങ്കിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം. പക്ഷേ വിത്ത് ഫെയ്ത്ത്, വിത്ത് ഹോപ്പ്, വിത്ത് ലവ് ദൈവത്തോട് ചോദിക്കാം. അമ്മയെപ്പോലെ സ്നേഹത്തോടെ ചോദിക്കാം, പ്രത്യാശയോടെ ചോദിക്കാം, അതുപോലെ തന്നെ വിശ്വാസത്തോടെ ചോദിക്കാം. അമ്മ എന്താണ് സ്നേഹത്തോടെ ചോദിച്ചത്? അമ്മ എന്താണ് വിശ്വാസത്തോടെ ചോദിച്ചത്? അമ്മ എന്താ പ്രത്യാശത്തോടെ ചോദിച്ചത് ദൈവത്തോട്? ഇത് എങ്ങനെ സംഭവിക്കും? അതാണ് ചോദ്യം. അപ്പോൾ ദൈവം കൃത്യമായ മണിമണി പോലെ ഉത്തരം പറയും. മര്യാദയൊക്കെ ചോദിച്ചാൽ ദൈവത്തിന് കുഴപ്പമില്ല. സാത്താൻ്റെ അരൂപി സ്വീകരിച്ചുകൊണ്ട് ലോകത്താനായിട്ട് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്തത്. എൻ്റെ ക്ലേശങ്ങൾ ദൈവത്തോട് നീ സൗമ്യനസ്വത്തോടെ ചോദിക്കണം. ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ, ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൈവം പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇപ്പോൾ വിശുദ്ധ ലൂക്കാ 1:34, വിശുദ്ധ ലൂക്കാ 1:35. എന്താ ചോദ്യങ്ങൾ രണ്ടും? അമ്മയുടെ സമരസപ്പെടുന്ന വളരെ ഹൃദ്യമായ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം കട്ടയിൽ ചെയ്യാത്ത രീതിയിൽ വളരെ സോഫ്റ്റ് ടച്ചായിട്ടൊരു ചോദ്യമാണ്. എന്താ ചോദിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? എന്താ കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്ത് ഗ്രേറ്റ് ചോദ്യമാണത്. എന്തോ ഒരു വലിയ, അത് കേൾക്കുമ്പോൾ നമുക്ക് അഭിഷേകം ഉണ്ടാവും. അതിന് മാലാഖ സൗമ്യനസ്വത്തോടെ മറുപടി പറയും. ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് ബോഡി ലാംഗ്വേജിൽ വന്ന പ്രശ്നമാണിത്. ടോൺ ആൻഡ് ബോഡി ലാംഗ്വേജ്. സക്രിയയും അമ്മയും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും മംഗളവാർത്ത കേട്ട ആൾക്കാരാണ്. പക്ഷേ ബോഡി ലാംഗ്വേജ് വല്യപ്പൻ്റെ ഇതിൽ പെശകായിപ്പോയി. അതാണ് പ്രശ്നമായിപ്പോയത്. വല്യപ്പൻ ചോദിച്ച ചോദ്യം മാലാഖയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞതിൻ്റെ കാരണം അതിൽ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും ഇല്ലാഞ്ഞതാണ്. അതാണ് സക്രിയ വല്യപ്പന് പറ്റിയ അബദ്ധം. അയാൾ പുരോഹിതനാണെങ്കിലും ഒരു കഥയില്ല. കഥയില്ലാത്ത എത്രയോ പുരോഹിതന്മാരുണ്ട്. കർത്താവിൻ്റെ വചനം ആഴമായി വിശ്വസിക്കാൻ ഞാനവരെ കുറ്റം പറയുകയല്ല. ഞാനൊരു ദിവസം ഒരു വചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് വചനം മറുവചനമെന്ന് പറഞ്ഞു. ഞാൻ വചനം തിരുവചനം എന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അർത്ഥം വചനത്തോട് ആഭിമുഖ്യമില്ലാത്തവരുണ്ട് സഭയിൽ, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വേറെ രീതിയിലാണ് വചനത്തെ വ്യാഖ്യാനിക്കണതും കാണാൻ ശ്രമിക്കണതും, അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ വഴികളിലല്ല. വചനത്തെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും പരിശുദ്ധാത്മാവിൻ്റെ വഴികളോടും ദൈവത്തിൻ്റെ പദ്ധതികളോടും കൂടിയല്ലേ നമ്മുടെ രക്ഷാകര പദ്ധതിയല്ലേ വചനം. അല്ലാതെ ഓരോരോ സാമൂഹ്യ വിഷയം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതാണ് വചനം. നോ നെവർ. അപ്പോഴേ അങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, സക്രിയയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ്? ബോഡി ലാംഗ്വേജ് വല്യപ്പൻ്റെത് പെശകായിപ്പോയി. അതാണ് കുഴപ്പമായിപ്പോയത്. പിന്നെ എന്താണ്? അങ്ങയുടെ ഫേസും ഒക്കെ പോയി കാണും, സ്റ്റോണൊക്കെ എല്ലാം പെശകായി കാണും. അതുകൊണ്ടാണ് ഗബ്രിയേലെ എടുത്തിട്ട് നിലത്തിട്ട് കുത്താൻ പോകുകയായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. വലിയൊരു നല്ല കാര്യം കൊണ്ട് വന്നതാണ്, ആകപ്പാട് ചളുവായി പിരിഞ്ഞത്. ദൈവം നമ്മുടെ അടുത്ത് നല്ല കാര്യം കൊണ്ട് വരുമ്പോഴും അത് ചളുവായി പോണത് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. വേറെ കുഴപ്പമില്ല എന്നത്. ഈ സക്കറിയായോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് മറിയത്തോട് പറയണത്. പക്ഷെ മറിയത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കറക്റ്റായിരുന്നു, മറിയത്തിൻ്റെ ടോൺ ഓഫ് വോയിസ് കറക്റ്റായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? എന്താണ് കാരണം? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഒരു കന്യയായ സ്ത്രീ കന്യാത്വത്തെ വ്രതമായി എടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തി അറിയേണ്ട മൗലികമായ കാര്യങ്ങൾ സൗമ്യതയോടെയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പോൾ ദൈവം വളരെ കൃത്യമായിട്ട് മറുപടി പറയും. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എന്തോ ഒരു മനോഹരമായ ഉത്തരം. അമ്മയോട് വളരെ പിന്നെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയും. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി. അത് ലൂക്കാ 1:35 അത്യുന്നതൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മ
ആ നിമിഷം പരിശുദ്ധാത്മാവ് നിറയെ. ഒരു പക്ഷേ ബൈബിളിലെ ആദ്യ പെന്തക്കോസ്ത നടക്കുന്നത് അമ്മയുടെ ശിരസിലാണ്, മംഗളവാർത്ത സമയത്താണ്. നമ്മൾ അവിടുത്തെ മംഗളവാർത്തയിൽ നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡലിങ്ങിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ നമ്മൾ അപ്പോസ്തലന്മാർക്ക് നടന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇൻഡലിങ്ങിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ചരിത്രപരമായ കാരണങ്ങളുണ്ട്, ഞാൻ അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ ആദ്യം ഒരു വ്യക്തി പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് അമ്മയാണ്. പക്ഷേ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴേ അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ പ്രതികരിക്കാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞില്ല. പത്രോസ് മാത്രം വചനം പ്രഘോഷിച്ചത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷേ വളരെ സ്വകാര്യമായ ഒരു പ്രതികരണം അമ്മ നടത്തി. അവിടെ എന്താ അമ്മ പറഞ്ഞത്? Behold, the handmaid of the Lord, be it done to me according to thy word. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അമ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് അതിൻ്റെ പ്രാർത്ഥന എന്താണ് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ദാസിയാണ്, ദൈവത്തിൻ്റെ മാത്രം ദാസനാണ്, ദാസിയാണെന്ന് പറയാത്ത വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് പ്രയോജനപ്പെടത്തില്ല. പരിശുദ്ധാത്മാവ് കൊടുത്ത ജ്ഞാനപരത്തിലാണ് അമ്മ പറയണത്, ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദ ലോർഡ്. തീർന്നില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ദാസിയാണ്? വചനത്തിൻ്റെ ദാസിയാണ്, ദൈവവചനത്തിൻ്റെ ദാസിയാണ്. എന്താണ്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിലെ നിറവേറട്ടെ. അതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞത് എന്താണ്? വചനമല്ലേ. അമ്മയുടെ വായിൽ നിന്ന് എന്ത് വന്നാലും അത് ഉടമ്പടിയായിരിക്കും. ഇപ്പോൾ ഒരു ചേട്ടത്തി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. അതിങ്ങനെ പുകുരു പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ 5 മണിക്കൂറിനുള്ളിൽ 7000 എന്താ അവർ പറഞ്ഞത്? അവർ ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സ്. ഫ്ലൈറ്റിൽ വെച്ച് അവരെ പിടിച്ചു. എന്താ പിടിക്കാൻ കാരണം? അവരുടെ ബാഗിൽ വെടിയുണ്ട കണ്ടെത്തി. അയ്യോ, വെടിയുണ്ട കണ്ടെത്തിയ കൊച്ചുറാണി ചേച്ചി ഞെട്ടിപ്പോയി. അനൗൺസ്മെൻറ്റാണ് നടക്കുന്നത്. ഉടനെ റഷ് ചെയ്ത് അവിടുത്തെ ചെന്നപ്പോൾ പോലീസ് നിയമപരമായിട്ട് വിമാനത്തിൽ വെടിയുണ്ട, നിങ്ങൾ ചിന്തിച്ച് നോക്കി, നമ്മളാണെങ്കിൽ ഉരുകി ചത്തുപാടിരുന്നുണ്ട്. ഈ മനുഷ്യത്തെ ആ സമയത്ത് വിളിച്ചത് എൻ്റെ കൃപാസനം മാതാവേ എന്നാണ് വിളിച്ചത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം ഉണ്ടായി. എന്നുവെച്ചാൽ സ്വന്തം ബാഗിൽ വെടിയുണ്ട കണ്ട് വിമാനത്തിലാണ്, അല്ലാതെ ഇപ്പോൾ ചായക്കട ഇരിക്കുമ്പോഴല്ലേ വിമാനത്തിലൊക്കെ വെടിയുണ്ട. നിയമം എന്താണ്? അപ്പത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക, അതാണ് നിയമം, രാജ്യത്തിൻ്റെ നിയമം. രണ്ടാമത്തെ എന്താണ്? 14 കൊല്ലം തടവാണ്. എൻ്റെ കൃപാസനം മാതാവേ, എൻ്റെ ദൈവത്തിലെ ഇന്ന് നിങ്ങൾക്ക് വിളിക്കാനൊരു അമ്മയുണ്ട്. ഞങ്ങളിവിടെ രോഗം പിടിച്ചും കഷ്ടപ്പെട്ടും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ ഒത്തിരി സഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ ചിരിച്ചണിക്കണമെങ്കിലും ഞങ്ങൾ ദൈവം നൽകുന്ന സാഹചര്യങ്ങളോട് വളരെ സന്തോഷകരമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ പ്രതികരിക്കുമ്പോഴൊക്കെ ഉണ്ടാണ് എന്താണ്? ജനങ്ങൾക്ക് ആശ്രയിക്കാനൊരു നാമം. എല്ലാവരും അമ്മയെ തള്ളിപ്പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊക്കെ വളർന്നു വന്നൊരു കാലം, 86 മുതലുള്ള കാലങ്ങളിൽ കാരിസ്മാറ്റിക് മേഖലയെപ്പോലും ഞാൻ അവരെ കുറ്റം പറയണില്ല. കാര്യം അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ അഭിഷേക തലം, വലിയ ഉപവിയുടെ തലം, വലിയ മാധ്യമത്തിൻ്റെ സുവിശേഷ പ്രവർത്തനം, എത്രയോ ആയിരങ്ങളും കോടികളും കർത്താവിനെ അറിഞ്ഞത് കാരിസ്മാറ്റിക് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോഴാണ്. പക്ഷേ ഇവരുടെ ആദ്യ തലമുറയിൽ അമ്മയെ നിഷേധിച്ചത് എനിക്ക് നേരിട്ടറിയാം. ഞാൻ കുട്ടിയുടെ പല ധ്യാനങ്ങളിലും കൊന്ത ചെല്ലാനും മതാനുവേണ്ടി തിരഞ്ഞെടുക്കാൻ പോലും സമ്മതിക്കാത്ത ധ്യാനഗുരുക്കന്മാർ ആദ്യകാലങ്ങളുണ്ടായിരുന്നു. എത്രയോ അവസാനം 90 കഴിഞ്ഞപ്പോൾ 90, 95, 96 ആയപ്പോഴാണ് പതുക്കെ സഭ ഈ വിഷയം നിരീക്ഷിച്ചിട്ടാണ് അവസാനം അമ്മയെക്കുറിച്ചൊക്കെ ഇവർ പറയാനും ഒരു ക്ലാസ് അമ്മയ്ക്ക് വേണ്ടി കൊടുക്കാനൊക്കെ പറ്റിയത്. നിങ്ങൾ പഴയ ചരിത്രം നോക്കിയാൽ മതി. പഴയ ധ്യാനഗുരുക്കന്മാർ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത് യേശു ഏക രക്ഷകൻ എന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശാശ്വതമായ പ്രാമാണികമായ സത്യത്തെ ശക്തമായ രീതി പ്രഘോഷിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്വർഗീയമായ ദൗത്യം സുവിശേഷത്തെ ഒളിപ്പിച്ച് ദൈവം വെച്ചിട്ടാണ് സഭയെ വളർത്തിയത്. അമ്മയുടെ 102 പ്രത്യക്ഷീകരണങ്ങൾ ഞങ്ങളിപ്പോൾ ഡിവൈൻ ടി വിയിൽ ഗുഡ്നസ് ടി വി ചെയ്യുന്ന മറിയം പ്രത്യക്ഷീകരണങ്ങൾ, നന്മ നിറഞ്ഞ മറിയം, അതുപോലെയുള്ള എല്ലാ
ശുശ്രൂഷകൾ നമ്മൾ എടുക്കുമ്പോഴൊക്കെ മനസ്സിലാകണത് അമ്മ സഭയുടെ കൂടെ ജീവനോടെ കൈകോർത്ത് സഞ്ചരിക്കുകയാണ്. എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും വിലയുണ്ടായി? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ സൗമ്യനസത്തോടെ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറഞ്ഞ ഉത്തരത്തിന് അമ്മ കൊടുത്ത മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി, പിന്നെ വേറെ ഒരു ശക്തിക്കും അവിടെ ഒരു പ്രാബല്യവുമില്ല. ഹെറോദസിൻ്റെ ശക്തിക്കും പ്രാബല്യമില്ല. വേറെ ഒരു ശക്തിക്കും അവിടെ പ്രാബല്യമില്ല. അതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ വാക്കെന്താണ്? അത്യുന്നതൻ്റെ ശക്തിക്ക് പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ വചനം അതുപോലെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുന്നതാണ് ഉടമ്പടി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. എന്തില്ലായ്മ വന്നാലും, ഏത് തരത്തിലുള്ള വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും, കാലങ്ങൾ മാറി മാറി വന്നാലും, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിതമാണ്, ഒരു സംസ്കാരമാണ്, ഒരു സ്വഭാവമാണ്. ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ്. കവനന്റ് ഈസ് എ കമ്മിറ്റ്മെൻറ്റ്. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ മറിയത്തിൻ്റെ ഒപ്പം, വചനത്തോടൊപ്പം, മറിയത്തോടൊപ്പം. എന്തുകൊണ്ട് വി പ്രൊക്ലെയിം ദ മേരി? കാര്യം അവരാണ് പ്രകടരൂപം. വചനം സംസ്വീകരിച്ച, വചനം സ്വീകരിച്ച, പരിശുദ്ധാത്മാവിനെ ഏറ്റു ജീവിച്ച, അതിൻ്റെ നിലപാട്, പരിശുദ്ധാത്മേറ്റതിൻ്റെ നിലപാടുകൾ ജീവിതത്തിന് വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് യേശുവിനെപ്പോലെ ശാന്തശീലയായി നിന്ന, തർക്കിക്കാതെ ബഹളം ഉണ്ടാക്കാതെ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച ദൈവ പൈതൽ, അതിനേക്കാൾ വലിയ മാതൃകയുണ്ടോ നമുക്ക്? അതുകൊണ്ട് തന്നെ വചനം, കാര്യം എന്തുകൊണ്ടാണ്? യേശു പൂർണ്ണമായി ദൈവമാണ്, അമ്മ പൂർണ്ണമായ മനുഷ്യനാണ്. അതുകൊണ്ട് സ്വാഭാവികമായി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എഴുതി യേശുവിനെ ദൈവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചില ബുദ്ധിക്കിങ്കരന്മാർക്ക് എഴുതി തള്ളാം. ദൈവത്തിലൊക്കെ നടക്കും, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ അമ്മ ദൈവമല്ല, കംപ്ലീറ്റ് ഹ്യൂമനാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് അവർ ദൈവമാതാവായി മാറിയത്, തേകത്തോക്കസായി മാറിയത്. അതിന് അനാദി കാലം മുതലേ ദൈവം എടുത്ത തീരുമാനമുണ്ട്. അമലോത്ഭവം എന്ന അമ്മയുടെ ജന്മം ഉൾപ്പെടെയുള്ള ദൈവമാതൃത്വത്തിലേക്ക് അവളെ വിളിച്ച മനുഷ്യരക്ഷയുടെ ദൈവിക തീരുമാനമുണ്ട്. പക്ഷേ അതെന്ത് തീരുമാനമായാലും ആ തീരുമാനങ്ങളോടെല്ലാം ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ, അത് കൃപയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ശുശ്രൂഷ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയും, എനിക്ക് ഭയങ്കര എന്നെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവം. അപ്പോൾ ഞാൻ അടുത്താടെ നിൽക്കുകയും ഒരമ്മച്ചി വന്നു. ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് പറയണില്ല, അവിടെ ബന്ധുക്കളൊക്കെ അത് കേൾക്കുന്ന കാരണമാണ് പറയാത്തത്. അവിടെ ഭർത്താവിൻ്റെ മരണം ഒരു ദാരുണമായ മരണമാണ്. എന്താ മരണം വെച്ചാൽ അവർക്ക് ഭർത്താവിനെ അസുഖമായിട്ട് ആശുപത്രി കൊണ്ടുപോയി. കൊറോണയാണെന്നും പറഞ്ഞ് ഈ മനുഷ്യനെ അന്നത്തെ രീതിയിലുള്ള ക്വാറൻറ്റൈനിലേക്ക് മാറ്റി. ഇന്ന് ക്വാറൻറ്റൈനൊക്കെ ആൾക്കാർ വീട്ടിലാണ് എടുക്കുന്നത്. പക്ഷെ അന്നത്തെ ക്വാറൻറ്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും കൊണ്ടുപോയി, വീട്ടുകാർക്കും വേണ്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ എല്ലാവരും വാക്സിൻ കൃത്യമായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ചെങ്കിലുമൊക്കെ നമുക്കൊരു പൊതുജീവിതം ഉള്ളത്. അനേകം മനുഷ്യരുടെ പ്രാർത്ഥന, കൃപാസനത്തിന് എന്തുമാത്രം പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട് ഈ വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി. ലോകത്ത് ആരെങ്കിലും ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന്. കാര്യം പെട്ടെന്ന് വേണമല്ലോ, എമർജൻസി ആയിട്ട് വേണ്ട കാര്യമല്ലേ. ആൾക്കാരിങ്ങനെ മരിച്ചു കൂടിക്കൊണ്ടിരിക്കണം, അതൊരു കാലമല്ലേ. നമ്മൾ സൂക്ഷിക്കാനുള്ളത് ദൈവം ബുദ്ധിയും ബോധവും വിവേകവും മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴപ്പോൾ വന്ന് ദൈവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, നമ്മൾ തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ വിഷയം, ഈ അപ്പച്ചൻ്റെ ബോഡി അവർ കത്തിച്ച് കളഞ്ഞു. വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോയത്?
വീട്ടിൽ നിന്ന് പോയത് അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയതാണ്. അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയ ആൾ ആ അമ്മച്ചി എന്നോട് കരഞ്ഞ് പറയണം, ഞാൻ അവസാനം കാണുമ്പോൾ ഞങ്ങൾ ആരും അടുപ്പിക്കുന്നില്ലായിരുന്നു വെച്ചാന്ന് പറയും. പക്ഷേ അപ്പൻഡിക്സിൻ്റെ അസുഖമായിട്ട് പോയത് ആളെ ശ്രദ്ധിക്കാതെ കൊറോണയാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് ഇന്നും അമ്മച്ചി വിശ്വസിക്കണില്ല ആ മനുഷ്യന് കൊറോണ ഇല്ലായിരുന്നു. അത് വീട്ടിൽ ആർക്കും ഇല്ല. കാര്യം നല്ല എനർജറ്റിക് ആയിട്ടിരുന്നൊരു മനുഷ്യനല്ലേ, വളരെ ഹാപ്പി ആയിട്ടിരുന്നൊരു മനുഷ്യൻ. വയറിനൊരു വേദന ഉണ്ടായിരുന്നു, അതിനെ കൊണ്ട് കൊണ്ടുചെന്നതാണ്. പക്ഷെ കൊണ്ടുചെന്ന കൂട്ടത്തിൽ ആളെ തട്ടിക്കളഞ്ഞ് ക്വാറൻറ്റൈനിലേക്ക്. അവിടെ കിടന്ന ക്വാറൻറ്റൈനിൽ കിടന്ന രോഗികളുടെ രോഗങ്ങൾ പിടിച്ച് ആൾ കത്തിച്ച് കളയണ അവസ്ഥയിലായിപ്പോയി. അപ്പോൾ കാണാൻ പോലും പറ്റിയില്ലെന്ന് പറയുമ്പോഴേ ഞാനിങ്ങനെ ഈ ലോകത്തിൻ്റെ ഉപ്പ് തൂണ് പോലെ നിൽക്കണതും കേട്ടിട്ട് എനിക്കത് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെയൊക്കെ നടക്കണില്ല നമ്മുടെ ലോകത്തുനിന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയണമെങ്കിലേ, നിങ്ങളുടെ ഭർത്താവാണ് ഇങ്ങനെ നിങ്ങളോട് ചിരിച്ചുകൊണ്ട് ആശുപത്രിയിലോട്ട് പോയിട്ട് തിരിച്ച് കത്തിച്ച് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് വാട്ട് ഹാപ്പൻഡ്? അമ്മ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചോ എന്നാണ് ചോദിച്ചത്. രണ്ടും ചോദ്യം ഒന്ന് തന്നെ. ഞാൻ യേശുവിനോട് സ്നേഹത്തോടെ തന്നെയാണ് ചോദിച്ചത്. കാര്യം എന്താണെന്നറിയാം, ഇതുപോലെയുള്ള സങ്കടക്കാർ ഇനി വന്നാൽ ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുമോ അവരോട്? എന്ത് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുമോ? എനിക്കറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ ആൾത്താരെ കർത്താവിൻ്റെ കാര്യം കെട്ടിവിടും. ഞാൻ ജീസസ് വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന ആൾത്താരെ എന്ന് എൻ്റെ വചനം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമുണ്ട്. അത് ഗംഭീരമായൊരു വചനമാണ്. ഈ വചനത്തിലൂടെ എൻ്റെ മക്കളെ, നിങ്ങൾക്കൊരു 10-12 വയസ്സെങ്കിലും ആയെങ്കിൽ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾ പരിശീലനം നേടണം കേട്ടോ. കാര്യം എല്ലാവരോടും ദൈവം സംസാരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയണത്. അല്ലാതെ നമുക്ക് വേറെ ഇങ്ങനെ അളന്നും തൂക്കിയും തരണ വിശുദ്ധിയില്ല. നമ്മുടെ വിശുദ്ധി എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ പാലിച്ചു പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദങ്ങളോടുള്ള ജീവിതത്തിലാണ് വിശുദ്ധി എന്ന് പറയണത്. അതുകൊണ്ടാണ് എപ്പോഴും നിയമങ്ങളെ എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ കർക്കശമായിട്ട് എതിർക്കണത്. നിയമത്താലല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്, കർത്താവിൻ്റെ വചനത്താലാണ്, വിശ്വാസത്താലാണെന്നൊക്കെ പറയണത്. എന്താണ്? വിശ്വാസത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെ നിന്നാണ് വിശുദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് അങ്ങനെ സംസാരിക്കും. അപ്പോൾ എനിക്ക് കർത്താവ് എന്നോട് പറഞ്ഞത് 17:10 എന്താ 17:10 എന്ന് വന്നിരിക്കണമെന്നറിയോ? അതായത് ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുവിൻ. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എന്താ കാര്യം? അതിൻ്റെ മുമ്പിലുള്ള കാര്യം പോവാണ്. ഇവർ കർത്താവ് എന്താ പറയണത്? ഫൈനൽ എൻ്റെ പാർട്ട് 14 ഫൈനൽ ചാപ്റ്റർ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിഷയമല്ല. ദൈവത്തിൻ്റെ വിഷയം എന്താണ്? കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ? നീ ഇന്ന് ഭർത്താവിനെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. നിൻ്റെ മക്കളെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെക്കുറിച്ച് നിലവിളിക്കുന്നു, അത് ശരിയാ. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ അവരോടുള്ള കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതിലാണ് നീ സങ്കടപ്പെടേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് എനിക്ക് ഹിറ്റായത് എന്നുവെച്ചാൽ കർത്താവ് എന്നോടത് സംസാരിച്ചപ്പോഴേ, അതായത് അതെല്ലാവർക്കും വേണ്ടിയുള്ളൊരു വചനമാണ്. അതായത് വാട്ട് എവർ ഹാപ്പൻ ടു അസ് ഇൻ ദ ലാസ്റ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. മറിച്ച് അവർ ജീവനോടെ ഇരുന്ന കാലത്ത് അവരോടുള്ള നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലയോ. എന്താണ്? ഹെവി ടാസ്ക്കാണ്. ഉഴാനും ആട് മേയ്ക്കാനും പോയിട്ട് വരുന്ന ദാസൻ. ഞാൻ എന്താ ഈ ദാസി എന്നൊക്കെ പറയാൻ കാര്യം, അമ്മ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലായിരുന്നത്. അമ്മ തർക്കിക്കാഞ്ഞ കാര്യം അതായിരുന്നു. ഈശോയും തർക്കിക്കാഞ്ഞ കാര്യം, ബേസിക്കായിട്ട് രണ്ടുപേരും സെർവൻ്റ് ഓഫ് ഗോഡാണ്. ഈശോയും സെർവൻ്റായിരുന്നു, ദാസനായിരുന്നു. അമ്മയും ദാസിയായിരുന്നു.
അതിന് ബേസിക്കായിട്ട് ഇവർ രണ്ടുപേരും ദാസനായിരുന്നു. എന്തിന് ദാസൻ? ദൈവത്തിൻ്റെ വചനങ്ങളോട്. ദൈവത്തിൻ്റെ വചനങ്ങളെ എന്താണ് നിന്നോട് പറഞ്ഞത്? നിൻ്റെ ഭർത്താവിനുള്ള കടമ എന്താണ്? ഭാര്യയുള്ള കടമ എന്താണ്? മക്കൾക്ക് മാതാപിതാക്കളുടെ കടമ എന്താണ് എന്ന് വചനം എന്ത് പറഞ്ഞു? അതനുസരിച്ചാണ് നീ ദാസിയാകുന്നതെങ്കിൽ അവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം.